ഇസ്രായേലിന്റെ വ്യോമാക്രമണം ലബനനുള്ളിൽ അധികമാകാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 1-2 ആഴ്ചയിൽ ഇല്ലാത്ത അളവിൽ അധികമായിട്ടുണ്ട്. എപ്പോഴും ലോകത്തിൽ ഉക്രൈനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ അവിടെ ഏതൊരു ഭരണമാറ്റം സംഭവിച്ചാലും ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനെ ജയിപ്പിക്കുന്നതിന് എല്ലാവരും ഒന്നായി നിൽക്കണം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന്റെ വിജയമാണ് മുഴുവൻ പാശ്ചാത്യ രാജ്യങ്ങളുടെയും വിജയം എന്ന് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന സെലൻസ്കി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറ്റി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രംപ് ഭരണത്തിൽ വന്നു. ഇതിനുശേഷം എത്രയും പെട്ടെന്ന് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഉക്രൈനും ഇതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉക്രൈന്റെ വിജയം എന്നതിനപ്പുറം ഇവിടെ ഉക്രൈനിയരുടെ സംരക്ഷണത്തിനു വേണ്ടി സമാധാനമാണ് വളരെ പ്രധാനം. ഇങ്ങനെ ഒരു പുതിയ നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ പല വാർത്തകൾ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. അമിത് സയ്യിദ് ഇറാവണി ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ അംബാസിഡറാണ്. ഇദ്ദേഹവും എലോൺ മസ്കും അടുത്തിടെ കണ്ടുമുട്ടി സംസാരിച്ചിരുന്നു. എലോൺ മസ്കിനെ സംബന്ധിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ, ട്രംപിന്റെ ഭരണത്തിലും ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട അംഗമായി മാറിയിട്ടുണ്ട്. ഇതിനുമപ്പുറം ലോകത്തിലെ ഇന്റർനെറ്റ് ആക്സസ് തന്റെ വിരൽത്തുമ്പിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിനും ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്കും ഇടയിലുണ്ടായ ഈയൊരു കണ്ടുമുട്ടൽ എന്നത് വലിയൊരു ചർച്ചാ വിഷയമായി. ഇത് ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തു. മറ്റു പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഇങ്ങനെയൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞു. ഇറാന്റെ ചില അധികാരികൾ ഇത് നിഷേധിച്ചാലും ഔദ്യോഗികമായി എലോൺ മസ്കിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇറാന്റെ ഐക്യരാഷ്ട്രസഭയിലെ അംബാസിഡറിൽ നിന്നോ യാതൊരു വിവരവും വന്നില്ല. അപ്പോ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ ഇവർ ഇങ്ങനെ കണ്ടുമുട്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ട്രംപ് ഭരണകൂടത്തിനും ഇറാനും ഒരിക്കലും ഒത്തുപോകില്ലായിരുന്നു. ഇതിനകം തന്നെ ഇറാനിൽ എത്രത്തോളം സാമ്പത്തിക ഉപരോധം നൽകാൻ കഴിയുമോ അത്രത്തോളം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഭരണകാലത്തിൽ തന്നെ ശത്രുവിനെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം എത്രത്തോളം അവരുടെ ബാങ്കിലുള്ള എമൗണ്ടിനെ ശൂന്യമാക്കാൻ കഴിയുമോ അത്രത്തോളമെല്ലാം ചെയ്യാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ വീണ്ടും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നു. അദ്ദേഹം ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും സമാനമായ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങും. ഏത് രീതിയിലെല്ലാം ഇറാന്റെ സാമ്പത്തിക നടപടികൾ അവിടെ തകർക്കാൻ കഴിയുമോ, എത്രത്തോളം അവരെ ഞെരിക്കാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യും. അതെല്ലാം തടയാനും ഇറാനിൽ വലിയ രീതിയിലൊന്നും ഇന്റർനെറ്റ് ആക്സസ് പല പ്രദേശങ്ങളിലും ഇല്ല. സ്റ്റാർലിങ്ക് ഇറാനിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ആക്സസ് സംബന്ധിക്കുന്ന പല പ്രധാനപ്പെട്ട സംസാരങ്ങൾ ഇവർക്കിടയിൽ നടന്നിരിക്കാം എന്നുള്ള ഒരു ഊഹം പുറത്തു വന്നിട്ടുണ്ട്. അതല്ലാതെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതേസമയം മിഡിൽ ഈസ്റ്റിൽ നോക്കിയാൽ ഇസ്രായേൽ ഇന്നലെ ഒറ്റ ദിവസത്തിൽ മാത്രം, അതായത് കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം 40 പ്രദേശങ്ങളെ 40 കെട്ടിടങ്ങളെ മുഴുവനായും തരിപ്പണമാക്കി. ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ചിത്രം. ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്കിൽ എയർ ലോഞ്ച്ഡ് മിസൈൽ ആ കെട്ടിടത്തെ നോക്കി വരികയാണ്. അത് എങ്ങനെ വരുന്നു, എവിടെ വീഴുന്നു, എത്രത്തോളം ഇമ്പാക്ട് സംഭവിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇസ്രായേൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്നത് ഇന്നലെ ഒറ്റ ദിവസത്തിൽ മാത്രം 40 കെട്ടിടങ്ങളെ കല്ലും മണ്ണുമാക്കി മാറ്റി. ഇതൊരു സാധാരണ കാര്യം അല്ല. ഇസ്രായേലിന്റെ ആക്രമണം ലബനനുള്ളിൽ, അതായത് ഈ ടാർഗറ്റഡ് സ്ട്രൈക്ക് വളരെ തീവ്രമായി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം ലബനനുള്ളിൽ എന്ന് അവസാനിക്കുമെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അതേസമയം ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിൽ അതിർത്തിയിൽ ഇന്നലെ ഒരു വലിയ സംഘർഷം നടന്നു. കാഷ്വാലിറ്റീസ് കൗണ്ടിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വിവരങ്ങളൊന്നും വന്നില്ല, ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും വിവരങ്ങളൊന്നും വന്നിട്ടില്ല. പ്രധാനമായും 2 ടണൽസ് ഇസ്രായേൽ കൈപ്പറ്റിയിരിക്കുന്നതായി വാർത്തകൾ വന്നു. അപ്പോ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് പ്രധാനമായും ഇസ്രായേലിനും ലബനനും ഇടയിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നമെന്നത് ഇപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലാണ്. ഇത് അടുത്ത ഘട്ട എസ്കലേഷൻ ആകുമോ, അല്ലെങ്കിൽ ഈ പ്രശ്നം എന്ന് അവസാനിക്കും എന്നുള്ളത് അടുത്ത 2-3 മാസമെങ്കിലും കഴിഞ്ഞാലേ അറിയാൻ സാധിക്കും. കാരണം ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഹിസ്ബുള്ളയുടെ മുഴുവൻ കമാൻഡ് നെറ്റ്വർക്കിനെയും നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിനകം അവരുടെ നേതാക്കന്മാരെ കൊന്നു, കമാൻഡോസിനെ എല്ലാം കൊന്നു. അതിനുമപ്പുറം ഇവരുടെ കൺസ്ട്രക്ഷൻ സൈറ്റ്സ് എവിടെയെല്ലാമാണോ ഉള്ളത്, ആരെല്ലാമാണോ ഇവർക്ക് അഭയം നൽകുന്നത്, എവിടെയെല്ലാം ഇവരുടെ റീഗ്രൂപ്പ് നടക്കുന്നു, ഇവയെല്ലാം വീണ്ടും കണ്ടുപിടിച്ചു ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ലബനൻ ജനങ്ങൾക്കുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ ഇത് കാരണം ഒരുപാട് ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത് റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് അറിയാം. മിഡിൽ ഈസ്റ്റിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം.
സെലൻസ്കിയെ സംബന്ധിച്ച് ഇത്രയും ദിവസം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് റഷ്യയെ ഞങ്ങളെ കൊണ്ട് തീർച്ചയായും ജയിക്കാൻ സാധിക്കും. ഉക്രൈന്റെ വിജയം പാശ്ചാത്യ രാജ്യങ്ങളുടെ കൈകളിലാണ് ഉള്ളത്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ആളുകളെ സഹായത്തിൽ അയച്ചില്ലെങ്കിലും പ്രശ്നം ഇല്ല. ഞങ്ങളുടെ പക്കലുള്ള ആളുകളെ വെച്ചുകൊണ്ടുതന്നെ ഞങ്ങൾ യുദ്ധം ചെയ്യും. പക്ഷെ അതിനാവശ്യമായ ആയുധങ്ങൾ നൽകുക. ഒരിക്കലും ഉക്രൈൻ കീഴടങ്ങുകയില്ല. ക്രീമിയ ഒഴികെയുള്ള സമാധാന ചർച്ചയ്ക്ക് ഞങ്ങൾ വരില്ല. ക്രീമിയ ഞങ്ങൾക്ക് തിരികെ നൽകിയാൽ മാത്രമേ ഞങ്ങൾ ഒരു സമാധാന ചർച്ചയ്ക്ക് വരികയുള്ളൂ. ക്രീമിയെ ഉപേക്ഷിച്ചിട്ട് ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് വരാൻ പറയുക. സമാധാനത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ റഷ്യ വിളിക്കുക, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ക്ഷണിക്കുകയോ ചെയ്താൽ അതിനൊന്നും ഞങ്ങൾ വരില്ല എന്ന് പല സ്ഥലങ്ങളിൽ സെലൻസ്കി തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സെലൻസ്കിയുടെ നിലപാടിനെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. റഷ്യയുടെ പക്കൽ ഒരിക്കലും കീഴടങ്ങില്ല. ഞാൻ പറയുന്നത് അംഗീകരിച്ചില്ലെങ്കിൽ ഒരിക്കലും സമാധാന ചർച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി ഇപ്പോ പുതുതായി പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഭരണം ഇപ്പോ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം അധികാരത്തിൽ വന്നാൽ തീർച്ചയായും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വളരെ ആകാംക്ഷയോട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. സമാധാനം ഇവിടെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. അത് അവരെ കൊണ്ട് മാത്രമേ നൽകാൻ കഴിയൂ എന്ന് പറഞ്ഞു. മാത്രമല്ല, കമലാ ഹാരിസ് ജയിച്ചിരുന്നെങ്കിൽ പോലും ഇത്രത്തോളം ഒന്നും സംഭവിക്കില്ലായിരുന്നു. കമലാ ഹാരിസിന് ഒന്നും അത്ര പെട്ടെന്ന് ചെയ്തു തീർക്കാൻ സാധിക്കില്ല. ഇവരെ കൊണ്ട് ചെയ്യുന്നതിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ട്രംപ് ഭരണം എല്ലാം പൂർത്തിയാക്കുമെന്ന് സെലൻസ്കി ഓപ്പണായി തന്നെ പറഞ്ഞു. അതായത് ഇത്രയും ദിവസം ആരുടെ പക്കൽ നിന്നാണോ സഹായം വന്നത്, ആരാണോ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ തന്നെ വിമർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തെക്കാട്ടിലും വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നിപ്പോകും. ഇന്നലെ അങ്ങനെ സംസാരിച്ചു, ഇന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോ നാളെ നിങ്ങൾ എങ്ങനെ സംസാരിക്കും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ്. മറ്റൊരു ഭാഗത്ത് റഷ്യയിൽ നിന്ന് വന്ന ഒരറിയിപ്പ്. ഓസ്ട്രിയയ്ക്ക്, പ്രധാനമായും യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങൾക്ക് വീണ്ടും ഉക്രൈൻ വഴിയാണ് ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ പ്രശ്നം വന്നു, മുഴുവൻ കണക്ഷനും കട്ട് ചെയ്തിട്ടുണ്ടാകും, റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ സാമ്പത്തികമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇപ്പോഴും റഷ്യയുടെ പക്കൽ നിന്നാണ് യൂറോപ്യൻ യൂണിയൻ ഗ്യാസ് വാങ്ങുന്നത്. അതിൽ ഏകദേശം 30% ഗ്യാസും ഉക്രൈന്റെ പൈപ്പ് ലൈൻസ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് റഷ്യയിൽ നിന്നും ഒരു ലാൻഡ് കോറിഡോർ വഴി ഉക്രൈന്റെ ഭൂപ്രദേശം ഉപയോഗിച്ചാണ് ഗ്യാസ് ഇപ്പോഴും യൂറോപ്യൻ യൂണിയനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വഴികളിലൂടെ അയക്കുന്ന ഗ്യാസുകളെല്ലാം ഈ വർഷത്തോടുകൂടി ഞങ്ങൾ അവസാനിപ്പിക്കും. ഓസ്ട്രിയയ്ക്ക് അടുത്ത വർഷം മുതൽ ഗ്യാസ് ഞങ്ങൾ നൽകില്ല എന്ന് റഷ്യയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നു. ഇതിനെക്കുറിച്ച് ഓസ്ട്രിയ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതേസമയം ഒഡീസ പോർട്ടിൽ ഇന്നലെ റഷ്യ ഒരു വലിയ സ്വാൻ ഡ്രോൺ അറ്റാക്ക് നടത്തി. കുറഞ്ഞത് 70 ഷാഹിദ് ഡ്രോൺസ് കൂടാതെ റഷ്യയുടെ ചില ഡ്രോൺസ് ഉപയോഗിച്ച് ആ ഒരു തുറമുഖത്ത് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനമെല്ലാം നിർവീര്യമാക്കി. ചില ഡ്രോൺസ് അവിടെ വീണ് ആഘാതം സൃഷ്ടിച്ചു എന്നും പറയുന്നു. പക്ഷെ റഷ്യ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. ആക്രമിച്ചിട്ടുണ്ട്. ഉക്രൈന്റെ എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ ആക്റ്റീവായി. എന്നാൽ ഇമ്പാക്ട് എന്തായി എന്നുള്ള വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ അടുത്ത ചില ദിവസത്തിൽ അവിടെ എന്തൊക്കെ സംഭവിച്ചു, കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ, ഉക്രൈൻ പൂർണ്ണമായും പ്രതിരോധിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോക്രോവേഴ്സിന്റെ ബാറ്റിലിനെ കുറിച്ച് ഒരു വീഡിയോയിലൂടെ മുഴുവനായി തന്നെ നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പോ സംഭവിക്കാൻ തുടങ്ങിയത് റഷ്യയുടെ ഈസ്റ്റേൺ ഫ്രണ്ടിനെ കുറിച്ച് കൂടുതലായ വാർത്തകൾ നിങ്ങൾ എവിടെയും അറിഞ്ഞിട്ടുണ്ടാകില്ല. അവിടെ എന്ത് സംഭവിക്കുന്നു, സത്യത്തിൽ അവിടെ റഷ്യ മുന്നേറുകയാണോ അല്ലെങ്കിൽ ഉക്രൈൻ മുന്നേറുകയാണോ എന്നൊന്നും അറിയില്ല. ഏതൊരു പ്രധാനപ്പെട്ട മീഡിയയും അമേരിക്കൻ ഇലക്ഷൻസിന് ശേഷം അതൊന്നും കവർ ചെയ്തിട്ടുണ്ടാകില്ല, കവർ ചെയ്തിട്ടും ഇല്ല. ഇപ്പോ ഈസ്റ്റേൺ ഫ്രണ്ടിൽ അവസ്ഥ എത്രത്തോളം മോശമായി പോകുന്നു എന്നറിയണ്ടേ? ഒരു ദിവസത്തിൽ ശരാശരി റഷ്യൻ സൈന്യം യാതൊരു പ്രതിരോധവും തന്നെ ഇല്ലാതെ കുറഞ്ഞത് 5-6 സ്ക്വയർ കിലോമീറ്റർ എങ്കിലും ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ടാക്ടിക്സ് ഗ്രൂപ്പായി തിരിക്കുകയും സൈനികരെ അകത്തേക്ക് അയക്കും. ഒരു മാസ് ഗ്രൂപ്പായി അകത്തേക്ക് അയക്കുന്നതിന് പകരം ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയി വിഭജിച്ച് അയക്കും. അങ്ങനെ അയക്കുന്ന ഓരോ യൂണിറ്റ്സും അവരുടെ കൺട്രോളിലുള്ള പ്രദേശങ്ങൾ, ഏത് ബാറ്റിൽ ഫീൽഡിലാണോ അവരുടെ ഓപ്പറേഷൻ നൽകിയിട്ടുള്ളത് അവിടെ കുറഞ്ഞത് ഇത്ര സ്ക്വയർ കിലോമീറ്റർ എങ്കിലും ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്ന വാർത്ത പുറത്തു വന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകം ഒരു വീഡിയോ ആവശ്യമാണെങ്കിൽ കമന്റിൽ പറയുക.
ഈസ്റ്റേൺ ഫ്രണ്ടിൽ എന്തവസ്ഥയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് 1-2 ദിവസത്തിൽ വ്യക്തമായ ഒരു വീഡിയോയിലൂടെ അറിയാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.